ചേട്ടാ, അടുത്ത വർഷം ഓണത്തിന് നമുക്ക് പെയിന്റ് അടിക്കണമെങ്കിലേ മഞ്ഞ പെയിന്റ് അടിച്ചാൽ മതി കേട്ടാ. ഇന്നാണ് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് വീട്ടിലെ ഫ്രണ്ട് മൊത്തം ഇങ്ങനെ കാറ് പോലെ കേട്ടാ. ആകെപ്പാടെ 3 സെന്റും ഉണ്ട്, കുറച്ച് ചെടികളും ഉണ്ട്. ഇതെല്ലാം കൂടെ എന്റെ തലയിൽ ചുമന്നുകൊണ്ട് നിൽക്കാൻ ഞാൻ. കാക്ക വിരുന്ന് വിളിക്കണ ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. പിന്നെ ഒരു കാക്ക വിരുന്ന് വിളിച്ചാൽ ഇപ്പൊ വരും. നീ കേട്ടിട്ടില്ലേടി കടടി വാഴ കയ്യിലിരുന്ന് കാക്കയുന്നു വിരുന്നു താരാ എന്ന് പറഞ്ഞ് പഴയ നമ്മളെ പൂർവ്വര് പാടി വെച്ചിരിക്കുന്നത് അറിഞ്ഞു പേടി. എന്നെ പൊന്നു മണ്ടൻ ചേട്ടാ, അങ്ങനെയാണെങ്കിൽ ഈ കാക്കേനെ എത്രയും കൂടെ അവര് കൊണ്ടുവന്ന് നിരീക്ഷണ കേന്ദ്രത്തിൽ വെക്കണ്ടേ? കാക്ക കാന്നാക്കുമ്പോ മഴ പെയ്യല്ലോ. പിന്നെ ഈ ടെക്നോളജി ഒന്നും വേണ്ടല്ലോ. ഓ, നിന്റെ ബുദ്ധി ഒരു അപാര ബുദ്ധി തന്നെടി. ഈ ഐഡിയ ഉണ്ടല്ലോ ശാസ്ത്രജ്ഞന്മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാനും അത് ആലോചിക്കാതെ. ചേട്ടാ, വീണ്ടും നിങ്ങൾ മണ്ടത്തരം പറയാതെ. മണ്ടത്തരം ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ചേട്ടാ, ഇന്നാരോ വിരുന്നുകാരുണ്ട്. കണ്ട, അപ്പൊ കാക്കയ്ക്ക് വില കണ്ട. ശാസ്ത്രജ്ഞന്മാര് കാക്കയെ കണ്ടു പഠിക്കേണ്ടി വരും. ഒരു വീട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെയാണ് ഏട്ടാ വിളിക്കണ. അപ്പൊ എന്റെ ബാല്യകാല സുഹൃത്താണ്, എന്റെ കൂടെ പഠിച്ചതാ. അതിന് രണ്ടുപേരും കൂടെ ഇരട്ടപ്പേര് പറഞ്ഞ കളിക്കാതെ കേറി വരിക. അയ്യോ വേണ്ട വേണ്ട, ചായ ഒന്നും വേണ്ട, വെള്ളം മതി. ഞങ്ങളുടെ വീട്ടിൽ വന്നവരെ ചായ കുടിക്കാതെ വിടേയില്ല. ഒരു മിനിറ്റ് അളിയാ, ഇതാ നിങ്ങളെ കൂട്ടുകാരന്റെ വീട്ടിൽ വന്നേക്കെ ശരി തന്നെ. നിങ്ങൾ പാളയപ്പെടുത്ത പഴംപാളപ്പെടുത്ത കഥയും പറഞ്ഞിട്ട് എത്ര കൊല്ലത്തെ പരിചയമാണെന്ന് അറിയാടി. പരിചയം ശരി തന്നെ. അതൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് വരുമ്പോ പെട്ടെന്ന് പോകണം. നമ്മളെ വീടല്ല, ഒന്ന് അതങ്ങടി. ചൂടുവെള്ളം കേട്ടോണ്ടാണ് ചായ ഇനി കുറച്ചു ദിവസം ഉണ്ടാ. നീ വന്നിട്ട് 2-3 മാസമായോ? അത് അവിടെ പോവോ? ഇല്ല, 1 മാസം കൊണ്ട്. ഒരുപാട് കാലം കൊണ്ട് നീ പറഞ്ഞൊരു സാധനം ഇപ്പഴാ ടൈം കിട്ടിയത്. കൊടുത്തല് പോവാ നമുക്ക്. അത് പിന്നെ ഒരിക്കലാവാം, പിന്നെ ഒരിക്കൽ വരാം. വലിയ സന്തോഷം. കണ്ണാടി ഗൾഫിലെ മണം ഒരു മണം തന്നെ. ഈടി നിന്നിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞു എന്റെ കൂട്ടുകാരന്മാർ ഗൾഫിലുണ്ട്, ഞാൻ ചോദിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ നിനക്ക് എന്നെ ഒരു വിലയില്ലല്ലേടി. കണ്ടാ ആർക്കും ഒരു വിലയില്ല. ഇനി അമ്മ വരട്ടെ, അവരും കൂടെ കാണാം. എടി ഞാൻ ഡ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ പണ്ട് അവൻ്റെ പറഞ്ഞിട്ടുണ്ട്. അവന്റെ ഓർമ്മശക്തി കണ്ട ഭയങ്കര കഴിവ് തന്നെ വേണം. അമ്മ ഇത് പഴയ സാധനം, അയാൾ ഉപയോഗിക്കുന്ന സാധനമാണ് കൊണ്ടുവന്നത്. തന്നല്ലേടി, അതല്ലേടി നമ്മൾ നോക്കാണ്ട്. എന്തായാലും ഇപ്പോഴേ കുറച്ച് പണക്കാരന്മാരുടെ സ്ഥിരം പരിപാടി എന്തിനാണെന്ന് അറിയാമോ? വേണ്ട, അവരെങ്ങനെയാണെന്ന് അറിയാമോ? അവർ ഉപയോഗിച്ച സാധനങ്ങള് പാവപ്പെട്ടവർക്ക് കൊണ്ടുവന്ന് കൊടുക്കും. ഇതാണ് അവരെ പരിപാടി. അപ്പൊ അവരങ്ങ് തിരിച്ചു കൊണ്ടുപോട്ടെ. ഹലോ മിസ്റ്റർ, നിങ്ങൾ ഉപയോഗിച്ച പഴയ സാധനം കൊണ്ടൊന്ന് എന്റെ ഭർത്താവിന് കൊടുക്കാന്ന് വിചാരിച്ച? അയാളെന്താ പഴയ വേസ്റ്റ് ഉപയോഗിക്കുന്ന ആളാ? ഏത് പുതിയത്? ഞങ്ങൾ നോക്കിയത് തന്നെ. നിങ്ങൾ തന്നെ എടുത്തോ, ഞങ്ങൾക്ക് വേണ്ട. നിങ്ങളല്ലേ പറഞ്ഞ നിങ്ങളെ വീട്ടിൽ പഴങ്കഞ്ഞി വരെ കുടിച്ചോണ്ടിരുന്ന ആളാണെന്ന്. മനുഷ്യനെ നാണം കെടുത്താനേ. പണ്ട് ഒരുപാട് പഴങ്കഞ്ഞി വീട്ടിലൊന്ന് കുടിച്ചിട്ടുള്ളവനാണ്. ഇപ്പോഴാണ് അവന്റെ ഈ മാറ്റം. പക്ഷെ അവ ഇങ്ങനെ എത്രത്തോളം മാറിയെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിലേ അത് അവന്റെ കൂടെയുള്ള പെണ്ണിന്റെ സ്വഭാവം കൊണ്ട്. എനിക്കും ഉണ്ടൊരു പെണ്ണ്.